തിരുവനന്തപുരം പാലോട് ഈയക്കോട് ആദിവാസി ഊരിൽ കാട്ടാന ഇറങ്ങിയത് അന്വേഷിക്കാനെത്തിയ വനം വകുപ്പിന്റെ ദ്രുത പ്രതികരണ സംഘത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ തടഞ്ഞുവച്ചു. വന്യജീവി ശല്യം തടയാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചാണ് 7 ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചത്. 3 മണിക്കൂറോളം നീണ്ട ഉപരോധം പോലീസ് സ്ഥലത്തെത്തി സമവായ ചർച്ച നടത്തിയതിനു ശേഷമാണ് അവസാനിച്ചത്. പാലോട് ഈയക്കോട് ജനവാസ കേന്ദ്രത്തിൽ പുലർച്ചെയാണ് കാട്ടാനയെത്തിയത്. ഈയക്കോട് സ്വദേശി സരിതയുടെ വീട്ടുമുറ്റത്തെ ഷെഡ് കാട്ടാന തകർത്തു. ഷെഡിലുണ്ടായിരുന്ന ബൈക്കിനും കേടുപാടുകൾ പറ്റി. ഈ വിവരമറിഞ്ഞാണ് ദ്രുത പ്രതികരണ സംഘം പ്രത്യേക വാഹനത്തിൽ ഈയക്കോട് എത്തിയത്. എന്നാൽ വന്യജീവി ശല്യം തടയാൻ ഒരു നടപടിയും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നാരോപിച്ച് ജനങ്ങൾ പ്രതിഷേധിച്ചു. ഇവരെ തടഞ്ഞു വയ്ക്കും. കാരണം എന്ന് വെച്ചാൽ ഫോറസ്റ്റുകാർ നമ്മളെ ഏരിയയിൽ അങ്ങനെ വരക്കില്ല. വല്ലപ്പോഴേക്കും 1-2 വാച്ചർമാർ വന്ന് കറങ്ങിയിട്ട് പോകും. ആനയെ ഓട്ടിപ്പോറുണ്ടെന്ന് പറഞ്ഞു. ആനയെ ഓട്ടിപ്പോന്ന് നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ അവര് ഇവിടെ ഉള്ളവര് ആമ്പിള്ളേരും എല്ലാരും കൂടെ ഇറങ്ങി ആനയെ ഓട്ടിച്ച് വനത്തിൽ വിട്ട് 2-3 മണിക്കൂർ കഴിയുമ്പോഴേ അവർ ഇവിടെ പറഞ്ഞത്. അപ്പൊ ആന പോയി കഴിയും. പിന്നെ നമ്മൾ എന്തിനാ അവരെ വിളിക്കുന്നത്? എന്നുവെച്ചാൽ ഇന്ന് 7-8 ദിവസം കൊണ്ട് ഇവിടെ ഉള്ളവർ ആരും ഉറങ്ങില്ല. ആന അത്രയ്ക്ക് ശല്യമാണ്. കഴിഞ്ഞ 8 മാസമായി കാട്ടാനയുടെ ശല്യം ഉണ്ടാകുന്നുണ്ടെന്നും വൈദ്യുതി വേലി അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലെന്നും ആദിവാസി ജനവിഭാഗത്തിന്റെ കൃഷി നശിക്കുന്നത് പതിവായിട്ടും ഒരു സഹായ നടപടിയും ഉണ്ടാകുന്നില്ലെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഇന്നലെ ഒരു ദിവസം മാത്രമാണ് ഇവിടെ ഒരു വീട് നശിപ്പിച്ചു തുടങ്ങിയതാണ്. ഇത് ഇന്നലെ ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു വീട് നശിപ്പിച്ചത് ആ സമയത്ത് വരെ വിളിച്ചറിയിച്ചില്ല. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇവരെ നിരന്തരം വിളിക്കുകയാണ്. ഒറ്റ മനുഷ്യർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 2 വാച്ചർമാരോ അല്ലെങ്കിൽ 1-2 ഗാർഡുകളോ വരണമല്ല. അതും ബൈക്കിനാണ്. ഡിപ്പാർട്ട്മെന്റ് വണ്ടിയില്ലെന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഓഫീസിൽ വണ്ടിയില്ല അവർക്ക് വരാൻ വേണ്ടി. ആറാട്ടിക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു വണ്ടിയേ ഉള്ളൂ. ഈ ഒരു വണ്ടി ഉണ്ടാകും തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം സ്ഥലത്തും പോകുന്നതെന്നാണ് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ പണമുണ്ട്, അത് വണ്ടി ഉപയോഗിക്കുന്നില്ല. റേഞ്ച് ഓഫീസർ എന്ന വ്യക്തിയെ നമ്മൾ ഈ ദിവസം വരെ ഇന്ന് ആന ഇറങ്ങിയിട്ട് കുറെ നാളുകൊണ്ട് വിളിക്കുന്നത്. ഒറ്റ ദിവസം 1 മണിക്കൂർ പോലും ഈ സെറ്റിൽമെന്റ് കണ്ടിട്ടില്ല. അവര് ദ്രുത പ്രതികരണ സംഘത്തിലെ 7 ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച പ്രതിഷേധക്കാർ DFO വരാതെ ഇവരെ വിട്ടയക്കില്ലെന്ന നിലപാടും സ്വീകരിച്ചു. മണിക്കൂറുകൾ നീണ്ട ഉപരോധത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ചത്. പാലോട് റേഞ്ച് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി നഷ്ടപരിഹാരം നൽകുമെന്നറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.